ഒരു ശനിയാഴ്ച നട്ടുച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനൊരു കൊതി. നമ്മൾ ഇന്ന് പോകുന്നത് മലയാളികളുടെ റെസ്റ്റോറൻറ്റിലോട്ടല്ല കേട്ടോ, തമിഴന്മാരുടെ റെസ്റ്റോറൻറ്റിലോട്ടാണ്. എനിക്കെന്താണെന്നറിയില്ല, തമിഴിയൻസിന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസമല്ലേ, ഞാൻ കുറച്ച് സൺ കിസ്ഡായിട്ട് ഷോ കാണിച്ചൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. തമിഴ് പീപ്പിളിനെ ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. നമുക്ക് ലാലേട്ടനും മമ്മൂക്കയൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ സൂര്യയും വിജയും ശിവകാർത്തികനൊക്കെ. അതുമാത്രമല്ല, എനിക്ക് കുറച്ച് തമിഴ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അവരുടെയൊക്കെ സ്ലാങ്ങും അവരോട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ പാട്ടൊക്കെ ആസ്വദിക്കുമ്പോൾ ലിറിക്സൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തമിഴ് പാട്ടിൻ്റെയൊക്കെ ലിറിക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഹിന്ദി മലയാളമൊക്കെ. എന്നാലും എനിക്ക് കുറച്ച് കൂടുതലൊരു പ്രിയമാണ് തമിഴ് സോങ്സൊക്കെ. നമ്മളതുകൊണ്ട് ഈ പോകുന്ന വഴിക്ക് നല്ല അടിച്ചുപൊളിയൊരു തമിഴ് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തിങ്ങനെ പാർക്ക് ചെയ്തെടുത്തൊരു സലൂണിൻ്റെ ആഡ് കണ്ടു. അത് നോക്കിയപ്പം ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ്, നമ്മുടെ നാട്ടിലൊക്കെ വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ബോർഡൊന്നും അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ കൗതുകം തോന്നി. അങ്ങനെ നമ്മൾ മസാല കഫി ചെട്ടിനാട് ഇന്ത്യൻ ക്വിസിൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മൊത്തത്തിൽ ഒരു കളർഫുൾ വൈബാണ് കേട്ടോ. കുറേ തമിഴ് മൂവീസിൻ്റെ ഡയലോഗുകളും അങ്ങനെയൊക്കെ വാൾ പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ തലൈവ തലൈവിയിലെ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനനുസരിച്ച് കുറച്ച് നേരം ഇങ്ങനെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് ഫുഡ് കഴിച്ചിട്ട് ബില്ല് എടുക്കാൻ പോകുമ്പോൾ കാശില്ല കയ്യിൽ. അപ്പം ഒന്നുമേ ഉള്ള മാവ് മട്ടുന്താ ആട്ടണം പോക്കറ്റ്. എവിടെ അത് വടിവേലുവിൻ്റെ ഒരു പോസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് മിസ്റ്റർ കരയായിട്ട്. നമ്മളൊരു മാംഗോ ലസ്സിയും ഒരു നറുനീണ്ടിയുടെ സർബത്തും ഓർഡർ ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ആണ് ഡിണ്ടിഗൽ തലപ്പാക്കെട്ട് ബിരിയാണി. ഞാനതുകൊണ്ടൊരു തലപ്പാക്കെട്ട് ബിരിയാണിയാണ് പറഞ്ഞത്. അവൻ ഭായി ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. രണ്ടും ചിക്കൻ ബിരിയാണീസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കിട്ടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ രണ്ടാളും ഒറിജിനൽ തലപ്പാക്കെട്ട് ബിരിയാണി ഡിണ്ടിഗലിൽ നിന്നും സേലം ട്രിച്ചിയിൽ നിന്നും ഒക്കെ കഴിച്ച് നോക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു കേട്ടോ അത്. എന്തായാലും നമുക്ക് മാവാട്ടേണ്ടി ഒന്നും വന്നില്ല. നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് തിരിച്ചിറങ്ങി. ഇവിടുത്തെ ചിക്കൻ റോസ്റ്റും സൂപ്പറാണെന്ന് മിസ്റ്റർ കരയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.